1447 വർഷം റബീഉൽ അവ്വൽ ഉദയം ചെയ്ത് ചില ദിനരാത്രങ്ങൾ പിന്നിട്ട ഈ വേളയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായും തെറ്റായും വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ അടുക്കലൂടെ കടന്നു പോകുന്ന ഓരോ റബീഉൽ അവ്വലും എങ്ങനെയാണ് പരിവർത്തിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ആലോചനയാണ് ഇന്ന് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്ന മഹാപുരുഷൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറഫഅനാ ലക ദിക്റക, പ്രവാചകരെ താങ്കളുടെ സ്മരണയെ ലോകത്തിന്റെ മുമ്പിൽ നാം ഉയർത്തി വെച്ചിരിക്കുന്നു എന്നാണ്. ലോകത്ത് എത്രയോ കോടാനുകോടി മസ്ജിദുകളുണ്ട്. ആ മസ്ജിദുകളിൽ മുഴങ്ങി കേൾക്കുന്ന ഓരോ ബാങ്കുലിയിലും കേൾക്കപ്പെടുന്ന ഒരു നാമധേയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സത്യവിശ്വാസിയുടെയും നമസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ സ്വലാത്ത് നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണയെ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതോടൊപ്പം ഏറ്റവും കൂടുതൽ അനുധാവനം ചെയ്യപ്പെടുന്ന മഹാവ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കഴിഞ്ഞു കടന്നുപോയ ആയിരക്കണക്കിന് ചരിത്ര പുരുഷന്മാരെ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് മാതൃകാപരമാകുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അധ്യായങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മാതൃകയാണ്. പ്രവാചകന്റെ സ്വകാര്യ ജീവിതം, പരസ്യ ജീവിതം, കുടുംബം, വ്യക്തി, പ്രവാചകനിലെ ഭർത്താവ്, പ്രവാചകനിലെ പിതാവ്, പ്രവാചകനിലെ അധ്യാപകൻ, പ്രവാചകൻ എന്ന മകൻ, പ്രവാചകൻ എന്ന പരിഷ്കർത്താവ്, പ്രവാചകൻ എന്ന ഭരണാധികാരി, പ്രവാചകൻ എന്ന ന്യായാധിപൻ, പ്രവാചകൻ എന്ന വിപ്ലവകാരി, ഇങ്ങനെ പ്രവാചകനെ ഏതെല്ലാം കോണുകളിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും അറിയാനും സാധിക്കുമാണ്. ഇത്രമേൽ സമഗ്രമായും സുവിക്തമായും നമ്മുടെ മുന്നിൽ പ്രതിപാദിക്കപ്പെട്ട ലോകത്ത് ഏതെങ്കിലും ഒരു മഹാവ്യക്തിത്വം ഉണ്ടോ? യേശുക്രിസ്തുവിന്റെ ജീവിതം അவ்விதം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധിജിയുടെ ജീവിതം അவ்விதം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നാം അനുസ്മരിക്കുന്ന മദർ തെരേസയുടെ ജീവിതം അவ்விதം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടിയത് എങ്ങനെ? കുളിച്ചതെങ്ങനെ? കുളിച്ചപ്പോൾ ആദ്യം ഏത് തോളിലാണ് വെള്ളം ഒഴിച്ചത്? ഉറങ്ങിയപ്പോൾ കാലുകൾ എങ്ങനെയാണ് ചേർത്ത് വെച്ചത്? ഉറക്കമുണർന്നപ്പോൾ എങ്ങനെയാണ്, ഏത് ഭാഗം കൊണ്ടാണ് പ്രവാചകൻ ഉണർന്നത്? ദന്തശുദ്ധീകരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറാഖ് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം ഇത്രമാത്രം നിസാരമായി നാം കാണുന്ന കാര്യങ്ങൾ പോലും നമ്മളുടെ മുന്നിൽ സുവിക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു മറയ്ക്ക് പിന്നിൽ സ്വന്തം ഭാര്യയെ ചുംബിച്ചതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആയിഷ ബീവിയുടെ നാവുകളിലൂടെ, ഹഫ്സ ബീവിയുടെ നാവുകളിലൂടെ നമ്മുടെ മുന്നിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു പ്രവാചകൻ, അങ്ങനെ ഒരു വ്യക്തിത്വം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയാണ്, പകർത്തുകയാണ്, പിന്തുടരപ്പെടുകയാണ്. വറഫഅനാ ലക ദിക്റക, താങ്കളുടെ സ്മരണയെ ലോകത്തിന്റെ മുന്നിൽ നാം ഉയർത്തി വെച്ചില്ലയോ? അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക, താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? വവദഅനാ അൻക വിസ്റക, താങ്കളിൽ നിന്ന് താങ്കളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ? അനാഥത്വത്തിന്റെ കൈപ്പിലേര് കുടിച്ച് ജീവിതത്തിന്റെ എല്ലാ കൈപ്പേറിയ ഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ച പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലിന്റെ
മുതുകിൽ നിന്നുമുള്ള ഭാരത്തെ ഇറക്കി വെച്ചില്ലയോ? താങ്കളുടെ മുതുകിനെ പൊട്ടിക്കുന്ന ആ ഭാരം. താങ്കളുടെ സ്മരണയെ ലോകത്തിന്റെ മുമ്പിൽ നാം ഉയർത്തി വെച്ചില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. ശരിയല്ലേ? എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകർഷിക്കപ്പെട്ടതിന്റെ ആരംഭം തങ്ങളുടെ സ്വഭാവമാണ്. ഒരു മനുഷ്യനെ അവന്റെ പേഴ്സണാലിറ്റിയെ രൂപപ്പെടുത്തുന്നത് അവന്റെ ജീവിതവും അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ദിനചര്യകളുമാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ രൂപകൽപ്പന ചെയ്തത് സീറത്താണ്, പ്രവാചകന്റെ ചരിത്രമാണ്, പ്രവാചകന്റെ വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ്, ജീവിതമാണ്. ആ ജീവിതം എന്താണ്? അതിന്റെ ആകസാരം എന്താണ്? സ്വഭാവമാണ്, സ്വഭാവമാണ്. സൂറത്തുൽ ഖലം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പേനയെ തന്നെയാണ് സത്യം, അവർ വരച്ചിടുന്ന ഓരോ വരികളെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ അനുഗ്രഹപ്രകാരം താങ്കൾ ഒരു ഭ്രാന്തനല്ല. 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഒരു ബോധാശയമാണ് ഇസ്ലാം എന്നവർ പറഞ്ഞോട്ടെ, കുറെ ഭ്രാന്തന്റെ വെളിപാടുകളാണ് എന്നവർ പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ അനുഗ്രഹപ്രകാരം താങ്കൾ ഒരു ഭ്രാന്തനല്ല. താങ്കൾക്ക് താങ്കളുടെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ മേലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐഡന്റിറ്റിയെ അല്ലാഹു വരച്ചിടുന്നത് സ്വഭാവത്തിലാണ്, പ്രവാചകന്റെ സ്വഭാവത്തിലാണ്. ജനിതകമായി പ്രവാചകന്റെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്ന പ്രവാചകന്റെ വിശ്വസ്തത, സത്യസന്ധത, ലജ്ജ, നീതി, ക്ഷമ, ധീരത, ഉദാരത, വിട്ടുവീഴ്ച, വിനയം, ഓരോന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോന്നും എടുത്തു പറയാൻ നിന്നാൽ എത്ര ആയിരങ്ങൾ പറയാനുണ്ട്. ഇമാം തിർമിദിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ശമാഇലുൽ തിർമിദി എന്നാണ് അതിന്റെ പേര്. ശമാഇലുൽ തിർമിദി അതിബൃഹത്തായ ഗ്രന്ഥം. ആ ശമാഇലുൽ തിർമിദിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖിന്റെ ഓരോ വിഷയങ്ങളും എടുത്തു വെക്കപ്പെട്ടിരിക്കുന്നു. സ്വഭാവം എക്കാലഘട്ടത്തിലേക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മൂല്യങ്ങൾ. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ഒരു വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്ന പാഠം സൽസ്വഭാവമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നേ മക്കയില് രഹസ്യമായ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പരസ്യമായി എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമും ദീനും പറയാൻ പറ്റുകയില്ല. ആ സാഹചര്യത്തിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട് മക്കയിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു എന്ന്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ തന്റെ സഹോദരനെ പറഞ്ഞു വിടുന്നു. നീ ആ പ്രവാചകനെ കേട്ട് അറിഞ്ഞു വരണം. അങ്ങനെ ആ സഹോദരൻ അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിലേക്ക്, ഈ മലഞ്ചെരുവിലേക്ക്, മക്കയിലേക്ക് നീ ഒന്ന് യാത്ര ചെയ്യണം, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഇങ്ങനെ ഒരു മനുഷ്യൻ റസൂല്, ഈ റസൂലിന്റെ വിവരങ്ങൾ എനിക്ക് ചോർത്തു തരണം. അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കണം. പിന്നെ എന്റെ അടുത്ത് വരണം. ആ സഹോദരൻ മക്കയിലേക്ക് വളരെ രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ നദ്വയിൽ സഹാബാക്കൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപനങ്ങൾ കേൾക്കാൻ മറവിലിരുന്ന് കേട്ടു പഠിച്ചു. ഒരല്പമൊക്കെ കേട്ടു. ആദ്യം അത് മനസ്സിലാക്കിയ ശേഷം ആ മനുഷ്യൻ തിരിച്ച് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് കേട്ട് വന്നത്? ഞാൻ കൂടുതലൊന്നും കേട്ടില്ല. ലഖദ് റഅയ്തുഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ സാരാംശങ്ങൾ ഉപദേശിക്കുന്ന ഒരു പ്രവാചകനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്.
ഒരു മനുഷ്യനിൽ ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, അഖ്ലാഖ് ഇല്ലെങ്കിൽ ഇതിനൊന്നും ഒരർത്ഥവുമില്ല എന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കും, സകാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ സൽസ്വഭാവം, ജീവിതത്തിൽ സത്യസന്ധത, വിശ്വസ്തത, വിനയം, ലജ്ജ, നീതിബോധം കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇതിനൊന്നും ഒരർത്ഥവുമില്ല എന്നാണ്. അതാണ് അഖ്ലാഖ്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ്. എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങളെല്ലാം വളരെ ശക്തിയുക്തം നമ്മളോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ സൽസ്വഭാവമാണ് ദീൻ, മനുഷ്യരോടുള്ള പെരുമാറ്റമാണ് ദീൻ. ആ പെരുമാറ്റത്തിൽ നാം പുലർത്തുന്ന സത്യസന്ധതയാണ് ദീൻ, വിശ്വസ്തതയാണ് ദീൻ. കച്ചവടക്കാരൻ കച്ചവടത്തിൽ പാലിക്കുന്ന സത്യസന്ധതയാണ് ദീൻ. കുടുംബത്തിൽ പുലർത്തുന്ന നീതിബോധവും സഹാനുഭൂതിയും സ്നേഹവുമാണ് ദീൻ. അഖ്ലാഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനും നല്ല രീതിയിൽ വർദ്ധിക്കുന്നവനുമാണ്. വഅന ഖൈറുക്കും ലി അഹ്ലിഹി, ഞാനാണ് എന്റെ കുടുംബത്തിൽ നിങ്ങളിൽ ഏറ്റവും നന്നായി വർദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ മീറ്റർ കുടുംബത്തിലാണ്. സ്വന്തം ഭാര്യയും മക്കളും മാതാപിതാക്കളും അവനെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. പക്ഷേ കുടുംബത്തിൽ, മക്കളുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് പ്രശംസ കിട്ടാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ പ്രശംസ കിട്ടിയിട്ട് വലിയ കാര്യമില്ലാത്ത സ്ഥലം. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റേജിലും പ്രസംഗ പീഠങ്ങളിലും ഇയാൾ വലിയ ആളാണ് എന്ന് പരാമർശിക്കപ്പെടും. പക്ഷെ അതല്ല, ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് കുടുംബത്തോട് നന്നായി പെരുമാറുന്നവൻ സമൂഹത്തോടും നന്നായി പെരുമാറാൻ സാധിക്കും. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരിൽ ഞാൻ നിങ്ങൾക്ക് വലിയ മാതൃകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും വിമർശന സ്വഭാവത്തോടെ പ്രവാചകന്റെ ബഹുഭാര്യത്തെ സമീപിക്കുമ്പോ, ഒരു ഭാര്യയും 2-3 മക്കളും ചേർന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് പോലും നമ്മൾ വട്ടപൂജ്യമാണെങ്കിൽ, ഒന്നിലേറെ ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നിട്ട് ആ ഭാര്യമാരുടെയും മക്കളുടെയും എല്ലാം സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ 100 നാവാണ്. ആരാണ് ആയിഷ പ്രവാചകൻ വിവാഹത്തെ, ആ സ്നേഹബന്ധത്തെ, ആ സുദൃഢമായ സ്നേഹദാമ്പത്യത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ പിന്നിലെ യുക്തി എന്താണ്? ആയിഷ പ്രവാചകൻ വിവാഹത്തെ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവാഹത്തെ അക്കാലഘട്ടത്തിലുള്ളവർ വിമർശിച്ചില്ല. 18-ാം 19-ാം നൂറ്റാണ്ട് വരെ ആരും വിമർശന കോണിലൂടെ അതിനെ വീക്ഷിച്ചിട്ടില്ല. ആ വിവാഹ ജീവിതത്തെ കുറുക്കന്റെ കൗശലത്തോടുകൂടി വീക്ഷിക്കുന്നതിന്റെ പിന്നിലെ യുക്തി റസൂലുള്ളാഹി തങ്ങളുടെ സീറത്തിനെ തകർക്കലാണ്, ചരിത്രത്തെ അറ്റാക്ക് ചെയ്യലാണ്. ആ സീറത്തിൽ നിന്നാണ് തൗഹീദ് രൂപപ്പെട്ടത്.
ആ സീറത്തിൽ നിന്നാണ് സുന്നത്ത് രൂപപ്പെട്ടത്. ആ സീറത്തിൽ നിന്നാണ് ഇസ്ലാം, ആ സീറത്തിൽ നിന്നാണ് ഖുർആൻ, ആ സീറത്തിൽ നിന്നാണ് ദീൻ, ആ സീറത്തിൽ നിന്നാണ് ഈമാൻ, ആ സീറത്തിൽ നിന്നാണ് അഖ്ലാഖ്. മുസ്ലിം എന്ന് പറയുന്ന ശബ്ദം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തുമായി, ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ചരിത്രത്തെ പൊളിക്കാനാണ് ഇന്ന് ഇസ്ലാം വിമർശകർ എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ വ്യത്യസ്ത താളുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ച് ഏറ്റവും ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന പ്രവാചകനെ അധാർമികതയുടെ പിതാവായി അവതരിപ്പിക്കപ്പെടുന്ന രംഗം, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അധ്യാപനങ്ങൾ മക്ക കീഴടക്കിയിട്ട് പോലും വിട്ടുവീഴ്ചയുടെ വലിയ പാഠങ്ങൾ സമൂഹത്തിന് കൈമാറിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്രമകാരിയായ യുദ്ധക്കുതിയനായി പരിചയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ സീറത്തിന്റെ അധ്യായങ്ങൾ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രക്തദാഹികൾ പ്രവാചകന്റെ രക്തത്തിനായി കൊതിക്കുന്നത്? സീറത്തിനെ തകർക്കാനാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തിനെ തകർക്കാനാണ്, പ്രവാചകന്റെ വിശ്വസ്തതയെ, സത്യസന്ധതയെ, മൂല്യങ്ങളെ ചോദ്യം ചെയ്യാനാണ്. അത് ചോദ്യം ചെയ്താൽ ഇസ്ലാം തകരും എന്നവർ വ്യാമോഹിക്കുന്നു. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ വെളിച്ചം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് തകർക്കാൻ, അത് പൊളിച്ചെഴുതാൻ ആർക്കും സാധ്യമല്ല. 1400 വർഷങ്ങൾക്കിപ്പുറവും 21ാം നൂറ്റാണ്ടിലും ലോകത്ത് കോടാനുകോടി മനുഷ്യർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകനെ ജീവിതത്തോട് അടച്ചുപിടിക്കുന്നുണ്ടെങ്കിൽ അന്ത്യദിനം വരെ അത് തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സീറത്തിന്റെ സാരാംശങ്ങൾ മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അബസീനിയയിലെ നജാഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം സീറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിലെ പ്രതികൂലമായ സാഹചര്യം, ഈ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം ആളുകളെ ക്രിസ്തീയ രാജാവായ നജാഷിയുടെ കീഴിൽ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതി അവിടേക്ക് പറഞ്ഞു വിട്ടു. അവിടെ സ്വസ്ഥമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ സൗര്യ ജീവിതത്തെ തകർക്കാൻ ഖുറൈശികളിൽ നിന്ന് കുറച്ച് ആളുകൾ അബസീനയിലേക്ക് എത്തിച്ചേർന്നു. നജാഷിയുടെ മുന്നിൽ വന്നിട്ട് മക്കക്കാരായ ഖുറൈശി പ്രമാണികൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, ഇപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളുകളാണിവർ. അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. നജാഷി പറഞ്ഞു, ഈ പ്രദേശത്ത് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, എന്നിട്ട് അവരെ എന്റെ അടുക്കലേക്ക് ഹാജരാക്കുക. അവർ ഹാജരായി. വിശാലമായ ഒരു സംഭാഷണമാണ്, അതിലൊരു ചോദ്യമുണ്ട്. നജാഷി ജാഫർ ആ സംഘത്തോട് ചോദിക്കുന്ന ചോദ്യം, മാ ഹാദ ദീൻ അല്ലദീ ഫാറഖ്തും ഫീഹി ഖൗമകും. എന്ത് ദീനാണിത്? നിങ്ങളുടെ ആളുകൾ നിങ്ങളെ പ്രിയപ്പെടാത്ത ഈ ഒരു ദീൻ, അതേത് ദീനാണ്? നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളെ പറ്റി പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ കുഴപ്പക്കാരാണെന്ന്. എന്താണ് അത്രമാത്രം അപകടകരമായ എന്ത് ദർശനമാണ് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്? വലം തദ്ഖുലു ഫീ ദീനി വലാ ദീനി അഹദിൻ മിനൽ മിലൽ. ലോകത്ത് ഒരു മതവുമായിട്ടും ചേർത്ത് വെക്കാൻ കഴിയാത്ത ഒരു പുതിയൊരു ദർശനമോ? എന്ത് ദർശനമാണ് നിങ്ങൾ പറയുന്നത്? എന്റെ ദീനിലും നിങ്ങളില്ല, അവരുടെ ദീനിലും നിങ്ങളില്ല. അന്നാട്ടുകാരും നിങ്ങളെ പറ്റി പരാതി പറയുന്നു, പഴി പറയുന്നു. ഇസ്ലാമിനെ വിശദീകരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തെ വിശദീകരിക്കാൻ അവിടെ എഴുന്നേറ്റത് ജാഫർ റളിയല്ലാഹു അൻഹു ആണ്. ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയത്തി. ഞങ്ങൾ അന്ധകാരത്തിന്റെ വക്താക്കളായിരുന്നു. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമായിരുന്നു.
വനഅകുലുൽ മൈത, ഞങ്ങൾ ശവം തിന്നുമായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ്, എല്ലാ അരാജകത്വങ്ങളിലും ഞങ്ങളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. മദ്യപാനം, വ്യഭിചാരം, ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടൽ. വനഖതഉൽ അർഹാം, ബന്ധങ്ങൾക്ക് വിലയില്ല, കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിക്കുമായിരുന്നു. വനസീഉൽ ജിവാർ, അയൽവക്ക ബന്ധം, അങ്ങനെ ഒരു ബന്ധമേ നമുക്കില്ലായിരുന്നു. അയൽവാസികളുമായി നല്ല ബന്ധത്തിൽ ഇടപെടണമെന്നും അതൊന്നും നമുക്ക് സുപരിചിതമായ കാര്യമല്ല. ഞങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതായിരുന്നു നയം. ദുർബലന്മാർ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവർ, നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സമൂഹമായി യാതൊരു മൂല്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എത്ര കാലമായി ഞങ്ങൾ ജീവിക്കുന്നു. അങ്ങനെയാണ് ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഞങ്ങൾക്കറിയാം അദ്ദേഹം ഏത് കുടുംബത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ വിശ്വസ്തതയുടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തത, സത്യസന്ധത ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം എത്ര പരമപരിശുദ്ധനായാണ് ഞങ്ങളിൽ ജീവിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ആദ്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദിന്റെ പാഠം. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ചിരുന്ന കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഞങ്ങൾ കൈവടിഞ്ഞു. ഞങ്ങളോട് സത്യം പറയാൻ കൽപ്പിച്ചു. വിശ്വസ്തത ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. കുടുംബബന്ധം ചേർക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അയൽവക്ക ബന്ധം നന്നായി പരിപാലിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അന്യായമായത് അപഹരിക്കരുതേ, മറ്റുള്ള ഒരാളുടെ അപരന്റെ രക്തം ചിന്തരുതേ എന്ന് പ്രിയ നബി ഞങ്ങളെ പഠിപ്പിച്ചു. എല്ലാവിധ അധാർമികതകളിൽ നിന്നും ഞങ്ങളെ ആ പ്രവാചകൻ തടഞ്ഞു നിർത്തി. കള്ളസാക്ഷ്യം പറയുന്നതിൽ നിന്നും, അനാഥന്റെ സമ്പത്ത് കഴിക്കുന്നതിൽ നിന്നും, നിരപരാധികളായ പരിശുദ്ധകളായ പതിവ്രതകളായ സ്ത്രീകളെ അപരാധം പറയുന്നതിൽ നിന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ തടഞ്ഞു എന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നജാഷിയുടെ മുന്നിൽ സമർപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ സൽസ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് സൽസ്വഭാവത്തിലൂടെയാണ്, മൂല്യങ്ങളിലൂടെയാണ്. സൽസ്വഭാവത്തിന്റെ മൂല്യങ്ങൾ സത്യസന്ധതയും വിശ്വസ്തതയും കുടുംബബന്ധം ചേർക്കലും അയൽവാസികളോട് നന്നായി പെരുമാറലും കള്ളസാക്ഷിത്വം പറയാതിരിക്കലും അപരാധം പറയാതിരിക്കലും സത്യം പറയലും ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ഈമാനിന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഅദ് ഇബ്നു ഹിശാം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാലും? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു, സഞ്ചരിക്കുന്ന ഖുർആൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനികമായ ജീവിതം അതെങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനും വായിക്കാനും അറിയാനും. കുടുംബത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചെരുപ്പ് തുന്നുന്ന പ്രവാചകൻ, ആടിനെ മേയ്ക്കുന്ന പ്രവാചകൻ, ഇങ്ങനെ ഏതെല്ലാം പ്രവാചകന്റെ ചിത്രങ്ങൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ മനുഷ്യരോടുള്ള മാർദ്ദവമായ പെരുമാറ്റത്തിന്റെ മകിടോദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള പലരും പല സന്ദർഭങ്ങളിലും രൂക്ഷമായി പ്രതികരിക്കാൻ നിൽക്കുമ്പോഴും വേണ്ട, സാവകാശം
യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ വന്നിട്ട് പ്രവാചകന് മരണം ഉണ്ടാകട്ടെ എന്ന് അർത്ഥം ഒളിപ്പിച്ചുകൊണ്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നാണ്. ബാഹ്യമായി കേട്ടാൽ സലാം പറയുകയാണ് എന്ന് തോന്നും. പറയുന്നത് യഹൂദികളാണ്. അസ്സലാമു അലൈക്കും ലാം കട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലൈക്കും എന്ന് പറഞ്ഞു. നിങ്ങളുടെ മേലും. എന്ത് നിങ്ങളുടെ മേലും എന്നൊന്നും വ്യക്തമായി അവിടെ പറയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചുകൂടെ രൂക്ഷമായി പ്രതികരിച്ചു. അലൈക്കുമുസ്സലാം വല്ലാന, നിങ്ങളുടെ മേൽ ആ പറഞ്ഞ മരണവും ശാപവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രതികരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, അല്ലയോ ആയിഷ ശാന്തമാകൂ. അലൈക ബിർരിഫ്ഖ്, നീ മയത്തെ മുറുകെ പിടിക്കുക. ഇത്തരത്തിലുള്ള കടുത്ത വാക്കുകൾ നീ പറയുന്നതിനെ ഗൗരവമായി കാണണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഖ്ലാഖ്, സ്വഭാവം എവിടെയും ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളാൽ സ്നേഹിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയധികം പ്രവാചകനെ സ്നേഹിച്ചവർ ശത്രുക്കൾ പോലും പറഞ്ഞില്ലേ, ലോകത്ത് ഏതെല്ലാം ഭരണകർത്താക്കളുടെ അടുക്കൽ, രാജാക്കന്മാരുടെ അടുക്കൽ അവരുടെ അനുയായികളും രാജാക്കന്മാരും തമ്മിലുള്ള ആദരവും സ്നേഹവും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സഹാബികൾ പ്രവാചകനെ സ്നേഹിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ ഞാൻ എവിടെയും ഒരു കൂട്ടത്തെ കണ്ടിട്ടില്ല. അത്രമേൽ സ്നേഹിക്കുന്നവർ, അത്രമേൽ പ്രവാചകനെ ജീവിതത്തിലേക്ക് അണച്ചുപിടിക്കുന്നവർ. റസൂലുള്ളാഹി തങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്തുകൂടെ അനുയായികളുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുകൂടെ തല താഴ്ത്തി പോകുന്നു. അവിടെ താഴ്ത്താൻ മരച്ചില്ലയൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ തല കുനിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് തലകുനിച്ച് താങ്കൾ ഇവിടെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊത്ത് ഞാൻ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ അന്നൊരു മരമുണ്ടായിരുന്നു. അന്ന് പ്രവാചകൻ ഇവിടെ തലകുനിച്ചു പോയി. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഞാൻ ഇന്ന് തലകുനിച്ചു പോകുന്നു എന്നാണ്. അങ്ങനെ അനുധാവനം ചെയ്യണമെന്നൊന്നുമില്ല. സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ തീവ്രമായ ഒരു ഭാവം മക്കയും മദീനയും ഹിജാസിന്റെ മണ്ണ് വിട്ട് ഷാമിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു ഹിജ്റ ചെയ്തു പോകുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ജീവിക്കാത്ത മദീനയിൽ ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഷാമിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് വന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു കയറി നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ബോധം കെട്ട് വീണു പോകുമാറ് ആ സ്നേഹവും ആ പ്രണയവും ബിലാൽ എന്ന് പറയുന്ന അടിമയുടെ ഹൃദയത്തെ സ്വാധീനിച്ചത് എങ്ങനെയാണ് അള്ളാഹു ഉത്തരം പറയുന്നത്? അതെങ്ങനെയാണ്? ഇങ്ങനെയാണ് ഈ സഹാബികൾ ഇത്രമേൽ അങ്ങയെ സ്നേഹിച്ചത്. താങ്കൾ ഒരു പരിപ്പനായിരുന്നുവെങ്കിൽ, ഗലീദൽ ഖൽബി കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, താങ്കളുടെ ചുറ്റും നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും, വിട്ടുവീഴ്ച ചെയ്യുക. വസ്തഗ്ഫിർ ലഹും, താങ്കൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അഖ്ലാഖ്, സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐഡന്റിറ്റി തന്നെ അഖ്ലാഖാണ്, സ്വഭാവമാണ്. ഇത് പഠിപ്പിക്കപ്പെടണം, ഇത് ചർച്ച ചെയ്യപ്പെടണം. റബീഉൽ അവ്വൽ പരിവർത്തിപ്പിക്കപ്പെടേണ്ടത് അങ്ങനെയാണ്. റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ മാസമല്ല. അങ്ങനെ ഒരു ആഘോഷം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു ആചാരം, ചടങ്ങുകൾ അങ്ങനെ പഠിപ്പിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷത്തിന്റെ മീറ്ററും സെന്റിമീറ്ററും അളക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. വളരെ വ്യക്തമായി റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പഠിക്കാൻ, പകർത്താൻ, അത് മനുഷ്യർക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള മാസമായി റബീഉൽ അവ്വലിനെ പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്ന് പറയുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ, ഞാൻ പലപ്പോഴും ഉണർത്തിയിട്ടുള്ളത് പോലെ, ജനനത്തെക്കാളും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും റബീഉൽ അവ്വലിൽ നടന്നിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്ത്,
മരണം ഈ മാസത്തിലാണ് നടന്നത്. ആഘോഷിക്കുമോ ദുഃഖമാചരിക്കുമോ? എന്താ ചെയ്യാ? രണ്ടും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു ആഘോഷം സുമർപ്പിലേക്ക് ഈ ഉമ്മത്തിനെ എന്ന് മാത്രമല്ല പലപ്പോഴും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അതിര് കവിഞ്ഞ് ഹറാമുകൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെടുന്നു. മനുഷ്യർക്ക് വഴിതടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, ശബ്ദമലിനീകരണം നടത്തിക്കൊണ്ട്, അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആഘോഷിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഇങ്ങനെയാണോ പ്രവാചകനെ നാം പകർത്തേണ്ടത്? ഇങ്ങനെയാണോ പ്രവാചകനെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ടത്? ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം കോണുകളിൽ നമുക്ക് അഭിമാനപൂർവ്വം വായിക്കാനും അറിയാനും പഠിക്കാനും കഴിയുന്ന ആ മഹാവ്യക്തിത്വത്തെ ഈ രൂപത്തിലേക്ക് തരം താഴ്ത്തുന്ന ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ ശരിയായ രൂപത്തിൽ പിൻപറ്റുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലിന്റെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ, സ്നേഹിതരിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ മഹ്ശറയിൽ, സ്വർഗ്ഗത്തിൽ, ജന്നത്തുൽ ഫിർദൗസിൽ നമുക്കും ചേരാൻ പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ,